ജിൽ ഇപ്പോഴും ഈ കാസിമിനെ കുറ്റാരോപിതനായി നിർത്തുകയാണ്. ഇപ്പോഴും ഇത് തന്നെയാണ് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക എന്നുള്ളത് CPM-ന്റെ നിലപാടാണ്. അത് എല്ലാ കാലത്തും നമ്മൾ കാണുകയല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം അതാണ്. 51 വെട്ടി കൊലപ്പെടുത്തിയ TP ആ കൊലപാതക കേസിനകത്തെ കൊലപാതകം നടത്തിയത് മഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇനോവ കൊണ്ടാണെന്ന് പറഞ്ഞതാര ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. എന്താണ് അവർ അന്ന് കണ്ട ഇസ്ലാമോഫോബിയ? അത് തന്നെയാണ് അവർ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ. ഇപ്പൊ ഷാഫി പറമ്പിലിനെതിരായി ഇവർ പടച്ചുവിട്ട ആരോപണം അത് കളവാണെന്ന് ഇവർ കൃത്യമായിട്ട് അറിയാം. ഇത് ഇവരുടെ ഇടങ്ങളിൽ നിന്ന് വന്ന സാധനമാണ് എന്ന് ഇവർക്കറിയാം. പക്ഷേ അന്വേഷിക്കാൻ പോലീസ് എന്ന് പറയുന്ന സംവിധാനം CPM ഭരിക്കുന്നത് കൊണ്ട് അത് അന്വേഷിക്കാത്തത് കൊണ്ടാണ്. ശൈലജയെ ഒന്ന് ചോദ്യം ചെയ്തു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായി ചോദ്യം ചെയ്ത സഹായിച്ചാലേ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയൂ എന്നാണ്. അത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ചൊല്ലുണ്ട്, പിന്നെ കയ്യിൽ തന്നെയാണ് സാധനം ഉള്ളത്, ഇവരുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇവർ കള്ളന്മാർ ഇവരെ തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവർ കള്ളത്തരം ചെയ്തത് കൊണ്ടാണ് ഇവർക്ക് അന്വേഷിക്കാത്തത്. അതാണ് ഇവരിപ്പോ ലതികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ സ്പെസിഫിക് ആയ ഒരു പരാതി നിവർത്തി കെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കൊടുത്തിരിക്കുകയാണ്. നേരത്തെ ഇപ്പോൾ MS ഹസ്കർ പറയുകയുണ്ടായി കുറച്ചൊരു സാവകാശം കൊടുക്കുമെന്ന്. കാരണം ഈ കാര്യങ്ങളെല്ലാം പോലീസ് പറയുകയാണല്ലോ. ഇപ്പോൾ കോടതിയുടെ മുൻപാകെ കാസിം ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിന്റെ ഭാഗമായി നിർബന്ധിക്കപ്പെട്ടാണ് പറയേണ്ടി വരുന്നത്. അതേപോലെ കാസിമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ നിയമയുദ്ധം നടത്തുന്നതിന്റെ ഭാഗമായാണ് ലതികയുടെ മൊഴിയെടുക്കാൻ പോലീസ് നിർബന്ധിതമാകുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇവർ നിർബന്ധിതരാകുന്നുണ്ടല്ലോ. കാര്യങ്ങൾ എന്തായാലും ഇരുചവി അറിയാതെ രഹസ്യമായി ഇല്ലാതാക്കപ്പെടുകയല്ല, ഓരോരോ ഘട്ടങ്ങളിലൂടെ പുറത്തേക്ക് വരികയാണ് എന്ന ഒരു സാഹചര്യം നിങ്ങൾ അനുകൂലമായി കാണുന്നുണ്ടോ? ശ്രീ വേണു, ഇത് ബൂമാറാങ്ക് പോലെ ഇവരെ തിരിച്ചടിക്കും. CPM-ന് ഈ കാഫിർ പ്രയോഗം ഇത് വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ CPM അത് മറുപടി പറഞ്ഞു കൊണ്ടിരിക്കും. കേരളത്തിൽ പ്രത്യേകിച്ച് ഇത്തരമൊരു കാര്യങ്ങൾ പുറത്തുവിട്ട് ഇത്തരത്തിലുള്ള വർഗീയമായ പ്രചാരവേലക്ക് നേതൃത്വം കൊടുത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിച്ച CPM-നെതിരായി ഇതെല്ലാ കാലത്തും ഇത് ഉണ്ടാകുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ല. പക്ഷേ റിജിൽ, ഈ പറയുന്ന ലതികയെ അല്ലെങ്കിൽ ഇപ്പോൾ അമ്പാടി മുക്ക് സഖാക്കൾ, പോരാളി ഷാജി, ഇതിന്റെയൊക്കെ പിന്നിലെ അഡ്മിന്മാരുടെ തലച്ചോറായി പ്രവർത്തിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, CPM നേതാക്കന്മാർ എന്ന് നിങ്ങൾ തന്നെ ആരോപിക്കുന്ന ആളുകൾ, ഇവരിലേക്കൊക്കെ ഈ അന്വേഷണം എത്തേണ്ടി വരും സ്വാഭാവികമായും. അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകും പിണറായി ഭരിക്കുന്ന കാലത്തെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇനി കോടതി പോലും ആ രൂപത്തിലുള്ളൊരു ഇടപെടലിന് പോലീസിനും സർക്കാരിനും നിർദ്ദേശം നൽകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എൻ്റെ വേണു, ഇത് ഭരിക്കുന്നത് പിണറായി വിജയനും അത് നിയന്ത്രിക്കുന്നത് P ശശിയാണല്ലോ. ഇവർ തന്നെയാണ് കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ ഇവർ തന്നെ ചെയ്ത കാര്യത്തിനനുസരിച്ച് ഇവർക്ക് ഇത് പുറത്തു കൊണ്ടുവന്നാൽ എന്തായിരിക്കും ഇവരുടെ മുഖം? ആ മുഖം ഏറെ വികൃതമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാസിം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാസിം നിരപരാധിയാണ്, സത്യസന്ധനാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ അദ്ദേഹം ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യൂ, നിങ്ങൾ അന്വേഷിക്കൂ, നിങ്ങൾ ഏത് അന്വേഷണം നടത്തുമെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയല്ലേ. എന്നിട്ട് കാസിം എന്ന് പറയുന്നത്